എടുത്തി, നീ ഇനിയൊന്നും പറയണ്ട. ആ സ്ഥാനത്തിനൊന്നും ഒരു വിലയുമില്ല. ഞാൻ ഇതൊന്നും ചെയ്യാനേ പാടില്ലായിരുന്നു. ചേട്ടനും ചേച്ചിയും ഉണ്ടെന്നുള്ള ബോധം പോലും നിനക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. നീ ഒരുത്തിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാ ഇങ്ങനൊരു നല്ല കാര്യം ചെയ്തത്. എനിക്ക് ബോധമില്ലാഞ്ഞിട്ട്. ഇതാർക്കാ? പുതിയതാ? ഇത് ഞാൻ എടുക്കുവാ. എടുത്തി, ഒരു മിനിറ്റ്. എടുത്തി, ഒരു മിനിറ്റ്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുമ്പോ നീ തമാശ പറയാണോ? ശരി, വേണ്ട. നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്യും. ഞാൻ എന്തിനാ തമാശ പറയുന്നേ? പിന്നെ നീ ബോസ് അല്ലാന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം? നിനക്ക് ബാധ്യത ഏൽക്കാൻ താല്പര്യമില്ലെന്നുള്ള കാര്യം നീ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുവാണ് എന്നോട്. അതോ ആ ഇഡിയറ്റ് ചരൺ നമ്മുടെ കമ്പനിയോട് കാണിച്ച കള്ളത്തരത്തിന് കമ്പനിയിലെ എല്ലാവരെയും സംശയിക്കാണോ നീ? അയ്യോ മേമ, പ്ലീസ് കാം ഡൗൺ. അവിടെ ഇരിക്കേ. എന്തിനാ മേമ അപ്സെറ്റ് ആവുന്നേ? ഞാൻ പറഞ്ഞ കാര്യം സത്യമാ. ഓഫീസിലുള്ളവർക്ക് ഞാൻ ബോസേ അല്ല. എന്ന് വെച്ചാ മേമ, ആക്ച്വലി എന്താണ് കാര്യം? നമ്മുടെ റാം എന്നാണ് ഓഫീസിൽ ബോസായി നടന്നിട്ടുള്ളത്. എംപ്ലോയീസിനെല്ലാം ഫ്രണ്ട്, എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ബോസിന്റെ മനസ്സുള്ള ബോസ്. അവൻ ഇപ്പൊ നമ്മളോട് പറഞ്ഞതിനും ഈ പണിയൊക്കെ നീ വീട്ടിലിരുന്ന് ചെയ്യുന്നതിനും തമ്മിൽ എന്താ ബന്ധം? മേമ, അതെന്താണെന്ന് വെച്ചാ അത് നമ്മുടെ റാം ബോസ് ആണെങ്കിൽ പോലും അതവന് ബോസ് എന്ന പദവി ഒട്ടും ഇഷ്ടമല്ല. നമ്മളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യും, ഇവിടെ ബോസ് എന്ന പദവിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങളോട് എങ്ങനെ പറയുമെന്നറിയാതെ കുഴപ്പത്തിലായിപ്പോയി, അല്ലടാ? അതെ മേമ. ഓ ആയിക്കോട്ടെ. പക്ഷേ എന്റെ അപ്പു ഇതൊന്നും എന്നോട് ഷെയർ ചെയ്യുന്നില്ല എന്നതിൽ എനിക്ക് അല്പം അത്ഭുതം തോന്നുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. എനിവേസ്, നീ നിന്റെ ജോലി തുടർന്നോളൂ. അല്ല, നീ ഇപ്പൊ എന്തിനാ വന്നത്? ഓഫീസ് ജോലിയാണോ? അതെ, പക്ഷേ വർക്ക് കുറയൊന്നുമില്ല. ശരി, ജോലിയൊക്കെ വേഗം തീർത്തിട്ട് വേഗം ഉറങ്ങാൻ നോക്ക്. ഷുവർ മേമ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താടാ മേമ എങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എന്താണ് പ്രോബ്ലം? എന്തിനാ നുണ പറഞ്ഞേ? നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറയണം? മേമ, കോഫി തണുത്തു കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ കൊള്ളില്ല. ഞാൻ വേറെ കോഫി കൊണ്ടുവരാം. മേമ, എന്തിനാ മേമ വെറുതെ ആവശ്യമില്ലാതെ? ശരി. അല്ല, ഞാൻ നിനക്കൊരു കോഫി ഇട്ട് തരുന്നതും പറ്റില്ലെന്നുണ്ടോ നിനക്ക്? അതോ നിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ ഈ ഫ്രണ്ട് തന്നെ ചെയ്യണോന്നാ? ഞാനൊരു തമാശ പറഞ്ഞതാടാ. എന്താ, നിങ്ങൾക്ക് മാത്രം തമാശ പറഞ്ഞാൽ മതിയോ? കണ്ടിന്യൂ. ശരി മേമ. കറക്റ്റ് സമയത്ത് അശോക് എങ്ങനെ അവിടെ വന്നു? റാം എന്തോ പറയാൻ തുടങ്ങുമായിരുന്നു. അതിനിടയിൽ അവൻ കയറി എല്ലാം കോളമാക്കിയല്ലോ. ദിസ് ഇസ് നോട്ട് ഫെയർ അശോക്. എടാ, നീ എന്താ മേമയെ സംശയിക്കാണോ? നോൺസെൻസ്. മോനെ, നമ്മളവരെ സംശയിച്ചിട്ടില്ലടാ. ഇത്രയും കാലം ഓഫീസ് നോക്കി നടത്തിയത് അവരാ. ഇപ്പൊ ഞാനാണ് ബോസ് എന്നും അവിടെ നടന്ന തിരിമറിയെ പറ്റി നമ്മൾ അന്വേഷിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കിയാൽ ഇത്രയും കാലം അവരവിടെ ചെയ്തത് തെറ്റാണെന്ന് തോന്നില്ലേ? യു ആർ റൈറ്റ് മോനെ, റൈറ്റ്. തണുത്ത കോഫി പോലും കുടിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ ഓഫീസിൽ ഞാനൊരു നോർമൽ എംപ്ലോയി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അശോക്. നിനക്കെങ്ങനെയാണ് ഇത്ര പെട്ടെന്നെല്ലാം മനസ്സിലാവുന്നത്? നിനക്കെല്ലാം മനസ്സിലാക്കി തരലല്ലേ എന്റെ വിധി. ഒന്നുമില്ല, ഇത് നോക്ക്, ഇത്രയും പ്രശ്നങ്ങളാ. ഇത്രയധികമോ? അതേടാ, പഴയ ഫയലിൽ രജിസ്റ്റർ ആവാത്ത കമ്പനികളിലേക്ക് കാശ് പോയിട്ടുണ്ട്. How is this possible?
ഓ മൈ ഗോഡ്. സീതമ്മ, ഞാൻ വിളമ്പിയിട്ടുണ്ട്. വാ, നമുക്ക് കഴിക്കാം. സീതമ്മ, സാമ്പാറിന് എന്താ മണം? കൊള്ളാലോ. സീതമ്മ, നോക്ക്. നിക്ക്, ഞാനിപ്പോ പോയി കുടിക്കാൻ വെള്ളം കൊണ്ടുവരാം. എന്നാ സീതമ്മ. കഴിക്ക് സീതമ്മ. നിന്റെ മോള് തന്നതല്ലേ? ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ലോകം തന്നെ എതിരെ നിന്നാലും ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും എവിടെയും പോവില്ല സിഹി. എനിക്കതൊക്കെ അറിയാം സീതമ്മ. നീ എനിക്ക് പിങ്കി പ്രോമിസ് തന്നതല്ലേ? സിഹി, ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ സീതമ്മ. കാണിക്കാൻ. യു ആർ ദ ബെസ്റ്റ് അമ്മ. നീയല്ലേ എന്റെ അമ്മ. അപ്പോൾ അമ്മ പറയുന്ന കാര്യം കേൾക്കണ്ടേ? ഭക്ഷണം കഴിക്കുമ്പോഴേ കരയാൻ പാടില്ല. അതെന്താ? എന്തെന്ന് വെച്ചാൽ കറിക്ക് ഉപ്പ് കൂടും. അനി, ഇത് എത്ര നേരമായി? സ്കൂളിലേക്ക് പോകാൻ ലേറ്റ് ആവില്ലേ? കിടക്കാൻ നോക്ക്. ഇല്ല, ഞാൻ ഇത് തീർത്തിട്ടേ പോയി കിടന്ന് ഉറങ്ങുന്നുള്ളൂ. അനി, നീ ഇങ്ങനെ ഗെയിം കളിച്ച കാഴ്ച പോകും. അതിനു പകരം നീ മുത്തച്ഛന്റെ അടുത്ത് പോയിരിക്കേ. നല്ല അടിപൊളി കഥകൾ പറഞ്ഞു തരും. നോ 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 നോ. ഏയ് അനി, മുത്തശ്ശൻ നിന്നോട് എന്താ പറഞ്ഞത് മോനെ? നീ വലുതാവും ആരെ പോലെ ആവണമെന്ന് പറഞ്ഞ്? റാമിനെ പോലെ ആവണമെന്നല്ലേ പറഞ്ഞ്? നീ എന്താടാ മറന്നുപോയോ? എന്നിട്ട് അവൻ പറയുന്നത് പോലും നിനക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആര് പറഞ്ഞാലും കേക്കില്ല. എനിക്കിത് എങ്ങനെയെങ്കിലും തീർത്ത് കിട്ടിയാ മതി. ജയിക്കുന്നത് വരെ കളിക്കാനുള്ളതല്ലേ ഇതല്ല. ഹായ് റാം, ഞാൻ ഫൈനടാ, ഫൈന. തീർത്ത് കളയുന്നത് തെറ്റല്ലേ രാമ? തീർത്ത് കളയുന്നതൊക്കെ ഇപ്പൊ ഒരു തമാശയാണ്. സത്യ, ഈ സമയത്ത് നീ തമാശ കാണിക്കുവാണോ? എപ്പോഴും ഇങ്ങനെയായ എങ്ങനെയാടാ ശരിയാവുന്നേ? ഇപ്പൊ അവനെ വിട്, അവൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോ നിന്നോട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞില്ലേ? രാവിലെ മുതൽ തുടങ്ങിയ ഓഫീസിലെ ടെൻഷൻസ് ഒരുപാടില്ലേ? ഇപ്പോഴെങ്കിലും ഒന്ന് പോയി വേഗം കിടന്നുറങ്ങാൻ നോക്ക്. പോ. നിങ്ങളും പോയി റെസ്റ്റ് എടുക്കുക. നോ 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 നോ, ഐ ആം ഓൾറൈറ്റ് രാമ, ഓൾറൈറ്റ്. അല്ല, ഈ സമയത്ത് ഇവൻ എന്തിനായിരിക്കും ഫോൺ ചെയ്യുന്നത്? രാമ, അതെന്താണെന്നറിയോ? അപ്പോ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞില്ലേ? ഇത്രയും ദിവസം ഇവൻ ഇവിടെയുള്ളവരുടെ ഉറക്കം കളഞ്ഞു. ഇപ്പൊ എന്താ നീ ഇതുപോലെ തുടങ്ങാൻ പോവാണോ? ഡാ, നീ പോയിട്ട് വേഗം ചേട്ടന്റെ കൂടെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ. പ്ലീസ് കാം ഡൗൺ. ഞങ്ങൾ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് പോയി കിടന്നുറങ്ങിക്കോളാം. പോരെ? വാടാ. ചെറിയ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് രാമ, ഗുഡ് നൈറ്റ്. ഇവിടെ എല്ലാവരും കൊലയാളികളാണ്, സത്യത്തെ കൊല്ലുന്നവര്. എന്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച സത്യത്തെ കൊന്നുകളഞ്ഞവര്. ഒരു കുടിയന്റെ വാക്ക് അഴുക്ക് ചാലിലെ വെള്ളം പോലെ. അതിനി എത്ര തെളിഞ്ഞിരുന്നാലും അതിനൊരു വിലയും കാണില്ല.
ഏയ്, എന്തിനാണ് ഇത്രയും തവണ ഫോൺ ചെയ്യുന്നത്? ഞാൻ പിന്നെ എന്റെ സങ്കടം ആരോട് പറയും മാഡം? ഇഡിയറ്റ്, സങ്കടം പറയാനുള്ള സമയമാണോടോ ഇത്? നോക്ക്, ഇനി താൻ എനിക്കൊരു കോള് പോലും ചെയ്തേക്കരുത്, മനസ്സിലായല്ലോ? അല്ല മാഡം, ഇതുവരെ നിന്റെ ജോലി പോയിട്ടില്ല, ഇപ്പോഴും കമ്പനിയിലല്ലുള്ളത്. ഞാൻ നിനക്കൊരു കോള് ചെയ്യുന്നത് വരെ നിന്റെ ഫോണിൽ നിന്ന് ഒരു കോള് പോലും എനിക്ക് വന്നേക്കരുത്. ഓക്കെ മാഡം. ഫോൺ വെക്കടോ. അയ്യോ, വേണ്ട 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 വേണ്ട. അയ്യോ, കൊല്ലല്ലേ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അയ്യോ, ചേട്ടാ, കൊല്ലല്ലേ. അയ്യോ അയ്യോ, ചേട്ടാ, തെറ്റാണത്. ചേട്ടാ, 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 എന്തു പറ്റി? എന്താ കരയുന്നേ? കാര്യം പറ, എന്താ പറ്റിയേ? വെള്ളം തരാം ഞാൻ. ചേട്ടാ, ഇന്ന കുടിക്കേ. ചേട്ടാ, 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 സിഹി, വേഗം വേഗം യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആവ്. ഡോക്ടർ ആന്റിയെ കണ്ട് ചെക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് സ്കൂളിൽ പോവാൻ. ഓക്കെ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നീ? എന്ത് ചെയ്യാ ടേപ്പ് വെച്ചവിടെ? വാവ്, സ്പെഷ്യൽ ചപ്പാത്തി റോൾ. ഇതേ എന്റെ സ്പെഷ്യൽ ഫ്രണ്ടിനാ. സ്പെഷ്യൽ ഫ്രണ്ടോ? ഓ, എന്നെക്കാട്ടിലും സ്പെഷ്യൽ ആണോ? നിനക്ക് 5 സ്റ്റാർ, ഇയാൾക്ക് 4 സ്റ്റാർ. അല്ലല്ല, ഇയാൾക്ക് 4.5 സ്റ്റാർ. എന്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ? എന്റെ ഫ്രണ്ടില്ലേ, അയാൾ എനിക്ക് കണ്ണടയ്ക്കുന്ന മാജിക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ നീ എന്നെ ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയേ പറ്റൂ, കേട്ടോ? നീ ഒറ്റയ്ക്ക് പോയില്ലേ? പിന്നെയും പിന്നെയും ഞാൻ ഒറ്റയ്ക്ക് പോയിന്ന് പറയല്ലേ നീ ഇങ്ങനെ? ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതൊന്നും അല്ലത്. എന്റെ സീതമ്മയ്ക്ക് മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. സത്യം പറഞ്ഞാൽ അപ്പ തന്നെ പൊട്ടും. എന്റെ സീതമ്മേ, ചിരി ഇങ്ങനെ അടക്കി പിടിക്കണോ? ഒറ്റക്കിരുന്ന് ചിരിക്കുക അല്ലേ? ആണോ സീതമ്മ? ചിരി വന്നു, ചിരി വന്നു വന്നു വന്നു, അല്പമായിട്ട് വരുന്നു. ഇപ്പൊ ചിരിക്കും, ഇപ്പൊ ചിരിക്കും, ഇപ്പൊ ചിരി പുറത്തു വരും. ഫുൾ വന്നു. എത്ര 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 സംസാരിക്കുന്ന നീ? ഇതെനിക്ക്, ഇത് നിനക്ക്, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. ഇവിടെ ഇരി. ഞാൻ എന്റെ കളർ പെൻസിലൊക്കെ റെഡിയാക്കിയല്ലോ. അതുപോലെ എന്റെ ബാഗും ഞാൻ റെഡിയാക്കി. ഇനി നീ അതിന് റെഡിയാണോ? സിതമ്മ, വേഗം വാ. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കണം. ഡോക്ടർ ആന്റി വരുമ്പോൾ പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനെ ചെയ്താ ഡോക്ടർ ആന്റി നിന്നെ പറ്റി എന്ത് കരുതും? ഒന്നും കരുതാൻ പോണില്ല. സിഹി, ഇങ്ങ് വാ. എന്റെ പൊന്ന് സിഹി, അങ്ങനൊന്നും ചെയ്യില്ലേ. എവിടെ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഓ മൈ ഗോഡ്, എല്ലാ പ്രാവശ്യവും എന്നെ ഇങ്ങനെ പേടിപ്പിക്കണോ സിഹി? ആന്റി പേടിച്ചല്ലേ? ഹായ്. ഹലോ ഡോക്ടർ. എന്താ സിഹി മാഡം, ഇന്ന് ഒരുപാട് നേരത്തെ എന്നെ കാണാൻ വന്നല്ലോ. എന്തു പറ്റി ഇത്ര പെട്ടെന്ന് ഇങ്ങെത്താനായിട്ട്? സിതമ്മ സീറ്റ് അല്ലേന്ന് ചോദിച്ചാലേ അത് കേൾക്കുമ്പോ തന്നെ സിതമ്മ പേടിച്ചു പോകും.
എനിക്ക് ഷുഗർ കൂടുതലാണെന്ന് പറഞ്ഞ് എന്റെ സീതമ്മയ്ക്ക് എന്തുമാത്രം ടെൻഷൻ ആണെന്നോ. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഒരു പേടിയുമില്ല. അതെനിക്കറിയാം, നീ ഒരു ധൈര്യശാലിയാ. ബർത്ത്ഡേക്ക് കേക്ക് കഴിച്ചായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാ. ഇന്നലെ ആണെങ്കിൽ ഐസ്ക്രീമും കഴിച്ചു. അയ്യോ, അത് വെറും 80-20 മാത്രമല്ലേ. എന്നാലും കഴിച്ചില്ലേ നീ? ആഹാ, അങ്ങനെയാണോ? കേക്ക്, ഐസ്ക്രീം. സോറി ഒന്നും എനിക്ക് വേണ്ട കേട്ടോ. എനിക്ക് നന്നായിട്ട് അറിയാം നീ അമ്മ എന്ത് പറഞ്ഞാലും കേൾക്കൂന്ന്. അതെ ആന്റി, ഞാൻ അധികം ഒന്നും തിന്നില്ല. മൂർത്തി അപ്പൂപ്പ തന്ന ചോക്ലേറ്റ് ഞാൻ എല്ലാവർക്കും കൊടുത്തു. ഞാൻ ഒട്ടും തിന്നില്ല. മൂർത്തി അപ്പൂപ്പൻ നിനക്ക് ചോക്ലേറ്റ് തന്നോ? ആന്റി, നീ വേഗം ചെക്കപ്പ് ചെയ്. ചെക്കപ്പ് ഒക്കെ ചെയ്യാം. എന്തൊക്കെയോ സീക്രട്ട് ഉള്ള പോലെ ഉണ്ടല്ലോ. ആന്റി, എനിക്ക് കേൾക്കാൻ പറ്റുമോ? ഞാൻ വലിയ കുട്ടിയാവുമ്പോ നിങ്ങളെ പോലെ ഡോക്ടർ ആവും. അതെയോ? ആ, ഞാൻ ഡോക്ടറായിട്ട് ഷുഗർ ഉള്ള എല്ലാവരെയും പരിശോധിക്കും. എന്താന്ന് വെച്ചാ സീതമ്മേനെ പോലെ ഇഞ്ചക്ഷൻ വെക്കാൻ ആരും ഉണ്ടാവില്ല. വെരി ഗുഡ്. ഇൻസുലിൻ മിസ്സാക്കാറില്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ. അത് കൊടുക്കുമ്പോ വല്ലാണ്ട് സങ്കടാവും. എന്നാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വേറെ വഴിയൊന്നുമില്ല ഡോക്ടർ? അത് ഇപ്പൊ നിലവിലില്ല. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് പുറത്തുനിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. ഷുഗർ ലെവൽ കൺട്രോൾ ആയ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ സീതമ്മ, പേടിക്കൊന്നും വേണ്ടെന്ന്? ധൈര്യമൊക്കെ ഉണ്ട്. എന്റെ ഫീസ് മാത്രം എനിക്ക് തന്നില്ലല്ലോ. അത് ഞാൻ മിസ് ചെയ്യോ? താങ്ക് യു. മോളെ, നീ ഒന്ന് പുറത്തിരിക്കോ, അമ്മ ഇപ്പൊ വരും. ബൈ. നീ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നതാന്ന അർത്ഥം. ഒരു പ്രശ്നവും ഇല്ല. ഇത്ര ചെറിയ പ്രായത്തിലെ ഷുഗറിന്റെ പ്രശ്നം. ഞാൻ എത്ര ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നറിയോ? ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റിനാണെങ്കിൽ. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അതിന്റെ ആവശ്യമില്ല. തെറ്റെല്ലാം ദൈവത്തിന്റെയാ. അദ്ദേഹം തന്നെ ഉത്തരം തരും. ജുവൈനൽ ഡയബറ്റിക്സ് ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലാ. 95,000 കുട്ടികൾക്ക് ടൈപ്പ് എ ഡയബറ്റിക്സ് ഉള്ളതായിട്ട് തെളിഞ്ഞിട്ടുള്ളതാ. റിപ്പോർട്ട് എന്താവോന്ന് ആലോചിച്ചിട്ട് വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട് ഡോക്ടർ. മോളെ സ്കൂളിലാക്ക്, അവൾക്ക് ഒരു കുഴപ്പമില്ല. എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ഡോക്ടർ. അച്ഛാ, നിങ്ങളെന്താ ഇവിടെ? നീ ഇവളെ ഇവിടെ കാണിച്ച് ഓഫീസിലെത്തുമ്പോഴേക്കും വൈകുന്നു പറഞ്ഞ് ഇവളുടെ മുത്തശ്ശിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ. അയ്യോ, കുഴപ്പമില്ല അച്ഛാ. കുഴപ്പമില്ല മോളെ. കുട്ടാ, ഞാൻ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കാം. അമ്മ ഓഫീസിലേക്ക് പോയിക്കോട്ടെ. സ്കൂളിലേക്ക് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ രണ്ടാൾക്കും? വേറെ പ്ലാനോ? സോറി മുത്തശ്ശ. മുത്തശ്ശൻ ചോക്ലേറ്റ് എന്ന കാര്യം സീതമ്മ എപ്പോഴേ അറിഞ്ഞു കഴിഞ്ഞു. അതിനെ അവള് കഴിച്ചില്ല. സത്യമായിട്ട് ഞാൻ തിന്നിട്ടില്ല സീതമ്മ. നീയേ നിന്റെ അമ്മയെ പോലെയാ. കള്ളവും പറയില്ല, ഒന്നും തന്നെ മറച്ചു വയ്ക്കൂല. മതി മതി അച്ഛ, നിങ്ങൾ ഓൾറെഡി ലേറ്റാ. ഞാനും പോവാ. ബൈ. ശ്രദ്ധിക്കൂ. ബൈ. വാ മോളെ. സീതമ്മ, ഞാൻ തന്ന സ്പെഷ്യൽ ചപ്പാത്തി റോളെ എന്റെ സ്പെഷ്യൽ ഫ്രണ്ടിന് തന്നെ കൊടുക്കണേ. ശരി എന്റെ മോളെ, മറക്കില്ല. അതെന്റെ ബാഗിൽ തന്നെ ഉണ്ട്. എന്തായാലും കൊടുത്തേക്കാം. സീത, ഇപ്പോഴെങ്കിലും വന്നല്ലോ. ആ കൊരങ്ങൻ ചോദിച്ച എന്ത് മറുപടി പറയുന്നുള്ള പേടിയായിരുന്നു.
ഫ്രീ ആയോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എല്ലാ ദിവസവും താനിങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി വന്നാ അത് റെക്കറിങ് സ്ട്രെസ്സായി മൈഗ്രെയിൻ ആയിട്ട് മാറും. അതുമൂലം ആൻസൈറ്റി ആയി നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് വരെ ഉണ്ടാവും. ഹേയ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, അങ്ങനെ തിരക്കിട്ട് വെള്ളം കുടിക്കല്ലേ. ടേക്ക് എ ഡീപ് ബ്രത്ത്. വേഗം ഇറങ്ങിയാൽ തനിക്ക് വേഗം എത്താൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. യു ഷുഡ് ഓൾവേസ് പ്ലാൻ ബാക്ക്വേർഡ്സ്. അപ്പോ ഓഫീസിലേക്ക് സമയത്തിന് എത്താൻ കഴിയും. നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേക്കും സർ? ഷാർപ്പ് 8 മണിക്ക് തന്നെ ഞാൻ എഴുന്നേക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നുമില്ല, റെഡിയായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഞാൻ 4 മണിക്ക് എഴുന്നേക്കും. നിങ്ങൾ 8 മണിക്ക് എഴുന്നേൽക്കുന്നതിന്റെ 4 മണിക്കൂർ മുൻപേ. നിങ്ങൾ എഴുന്നേറ്റ് ഹാങ്ങറിൽ കിടക്കുന്ന പാന്റ് പോലും കഴിയില്ല. ഭക്ഷണം നിങ്ങളാണോ ഉണ്ടാക്കുന്നത്? അല്ല. വീട്ടുജോലിയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല. കുട്ടികളെയൊക്കെ ഒരുക്കി റെഡിയാക്കി സ്കൂളിലേക്ക് വിടാനുണ്ടോ? ഇല്ല. വീട്ടില് വെള്ളമില്ലെങ്കിൽ കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരേണ്ട പണിയുണ്ടോ? അയ്യോ, ഈ പണിയൊക്കെ നിങ്ങൾ ആണുങ്ങൾ എങ്ങനെ ചെയ്യും? ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ദൈവം പെണ്ണുങ്ങളെ ഉണ്ടാക്കിയത്. 8 മണിക്ക് എഴുന്നേറ്റ് കയ്യും വീശി വരും. എനിക്ക് 4 മണിക്കൂർ അധികം കിട്ടിയിട്ടും പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് എത്ര നേരത്തെ ഇറങ്ങിയാലും ട്രാഫിക് കിടക്കാൻ 1/2 മണിക്കൂറെങ്കിലും എടുക്കും. ക്യാബ് ബുക്ക് ചെയ്താൽ ക്യാബ് ക്യാൻസൽ ആവും. ഓട്ടോയിൽ പോകാനാണെങ്കിൽ മീറ്റർ വർക്ക് ആവില്ല. ദിവസവും ഓട്ടോയിൽ പോകാനാണെങ്കിൽ കൈ പൈസയും ഇല്ല. ഇനിയും നേരത്തെ വരണമെങ്കിൽ ഓഫീസിൽ തന്നെ വീട് വെക്കുന്നേ നല്ലത്. അതേതോ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞില്ലേ? റെക്കറിങ് സ്ട്രെസ്. റെക്കറിങ് സ്ട്രെസ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാ ഭഗവാൻ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഹൃദയം തന്നേക്കുന്നത്. നിങ്ങൾ ആണുങ്ങൾക്ക് ഓഫീസ് സ്ട്രെസ് മാത്രമല്ലേ ഉള്ളൂ? ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വീട്ടിലെ സ്ട്രെസ്, ഓഫീസ് സ്ട്രെസ്, അങ്ങനെ സ്ട്രെസ്സോട് സ്ട്രെസ്. പെണ്ണിന്റെ മുഖത്ത് നോക്കി ലേറ്റ് ആയത് എന്താണെന്ന് ചോദിക്കുന്നത് നീയാണോ പഞ്ച്വാലിറ്റിയെ പറ്റി സംസാരിക്കുന്നേ?